ലോകത്തിലെ ഏറ്റവും മനോഹരമായ സൂര്യാസ്തമനം, ലോകത്തിലെ ഏറ്റവും ആകർഷകമായ തീര നഗരങ്ങൾ, ലോകത്തിലെ ഏറ്റവും മനോഹരമായ കല്ലുകൊണ്ടുള്ള പഴയ നഗരങ്ങൾ, ലോകത്തിലെ ഏറ്റവും ശുദ്ധവും സുതാര്യമായ കടൽ ജലം, ലോകത്തിലെ ഏറ്റവും മനോഹരമായ ദ്വീപയാത്രകൾ ഇവകൾ ഉള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ക്രൊയേഷ്യ. നമസ്കാരം, ഞാൻ കവിരാജ് അമ്പലപ്പുഴയിൽ നിന്നും എൻ്റെ ബാൽക്കൺ യാത്രയുമായി ബന്ധപ്പെട്ട 10ാമത്തെ എപ്പിസോഡ്. ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്നുള്ള പ്രഭാത ഭക്ഷണത്തിന് ശേഷം ചെക്കൗട്ട് ചെയ്ത് ക്രൊയേഷ്യയുടെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ഡുബ്രോവ്നിക് ഓൾഡ് ടൗൺ സന്ദർശിക്കാനാണ് ഞങ്ങൾ പുറപ്പെട്ടത്. അഡ്രിയാറ്റിക് കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഡുബ്രോവ്നിക്കിനെ കുറിച്ച് അത് ലോകമറിയപ്പെടുന്നത് പേൾ ഓഫ് ദി അഡ്രിയാറ്റിക് എന്നാണ്. നൂറ്റാണ്ടുകളുടെ ചരിത്രം പേറുന്ന ഈ നഗരം ഒരു കാലത്ത് ശക്തമായ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായിരുന്നു. കടൽ വ്യാപാരത്തിലൂടെയും നയതന്ത്ര മികവിലൂടെയും യൂറോപ്പിലെ സമ്പന്ന നഗരങ്ങളിൽ ഒന്നായി ഇത് വളർന്നു വന്നു. ചുറ്റും ഉയർന്ന് കൽമതിലുകൾ കൊണ്ട് സംരക്ഷിക്കപ്പെട്ട ഈ പുരാതന നഗരം ഇന്നും അതിൻ്റെ പഴയ പ്രൗഢി നഷ്ടപ്പെടാതെ നിലകൊള്ളുകയാണ്. അതുകൊണ്ട് തന്നെ ലോക പൈതൃക സമ്പത്തുകളുടെ പട്ടികയിൽ യുനെസ്കോ ഈ നഗരത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ കല്ലുപാകിയ തെരുവുകളിലൂടെ നടക്കുമ്പോൾ ഓരോ ചുവടിലും ചരിത്രത്തിൻ്റെ സ്പന്ദനം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദേവാലയങ്ങൾ, കൊട്ടാരങ്ങൾ, മണിമാളികൾ, ചെറിയ ചത്തുരങ്ങൾ, പരമ്പരാഗത വീടുകൾ എല്ലാം ചേർന്ന് നമ്മെ ഒരു മധ്യകാല യൂറോപ്യൻ നഗരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ലോകപ്രശസ്തമായ ഗെയിം ഓഫ് ദി ത്രോൺസ് ടെലിവിഷൻ പരമ്പരയുടെ നിരവധി രംഗങ്ങൾ ചിത്രീകരിച്ചത് ഇവിടെയാണ്. ആയതിനാൽ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ഈ ഡുബ്രോവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളും ഈ ചരിത്രത്തിൻ്റെ നഗരത്തിൻ്റെ ഭാഗത്തുകൂടി പതുക്കെ നടക്കുകയാണ്. ഓരോ കാഴ്ചയും ആസ്വദിച്ചുകൊണ്ട് ക്രൊയേഷ്യയുടെ പൈതൃകവും സംസ്കാരവും അടുത്തറിയാൻ നമ്മൾ പോവുകയാണ്. ഈ നാടിനെയും നാട്ടിൻ്റെ ചരിത്രവും ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ ഒരു ലോക്കൽ ഗൈഡും ഉണ്ടായിരുന്നു. ഈ കൽപ്പാതകളിലൂടെ നടക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടുത്തെ ജനങ്ങൾ സഞ്ചരിച്ചിരുന്ന അതേ വഴിയിലൂടെയാണ് ഇന്ന് നമ്മളും നടക്കുന്നത് എന്ന ചിന്ത തന്നെ ഒരു പ്രത്യേക അനുഭവമാണ്. ഓരോ കെട്ടിടത്തിനും ഓരോ കല്ലിനും പറയാനുള്ളത് ഓരോ ചരിത്രമാണ്. ഡുബ്രോവ്നിക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആധുനിക ലോകത്തിനിടയിലും അതിൻ്റെ പൈതൃക ഭംഗി അതേപടി സംരക്ഷിച്ചു വരുന്നു എന്നതാണ്. പഴയ നഗരത്തിനുള്ളിൽ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനേക്കാൾ ചരിത്ര സ്മാരകങ്ങളെ പരിപാലിക്കാനാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നഗരം ഇന്നും ഒരു തുറന്ന ചരിത്ര മ്യൂസിയം പോലെ അനുഭവപ്പെടുന്നുണ്ട്. നടന്നു പോകുമ്പോൾ വഴിയോരങ്ങളിൽ ചെറിയ കഫേകളും റെസ്റ്റോറൻറ്റുകളും സുവനീർ കടകളും കാണാം. പ്രാദേശിക കരകൗശല വസ്തുക്കളും കൈകൊണ്ട് നിർമ്മിച്ച ആഭരണങ്ങളും ക്രൊയേഷ്യൻ കരകൗശല വസ്തുക്കളും കലാസൃഷ്ടികളും സഞ്ചാരികളുടെ ശ്രദ്ധ പറ്റുന്നുണ്ട്. ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ ഇവിടെ എത്തി ഓരോ നിമിഷവും ക്യാമറയിൽ പകർത്തുന്നത് കാണുമ്പോൾ ഈ നഗരത്തിൻ്റെ ജനപ്രീതി എത്രത്തോളം ആണെന്ന് മനസ്സിലാക്കാം. വൃത്തിയും ശുചിത്വവും ഇവിടുത്തെ മറ്റൊരു വലിയ പ്രത്യേകതയാണ്. തിരക്കേറിയ വിനോദസഞ്ചാര കേന്ദ്രമായിരുന്നിട്ടും തെരുവുകളിൽ മാലിന്യം കാണാനില്ല. ചരിത്ര പൈതൃകത്തെ സംരക്ഷിക്കുന്നതിൽ ഇവിടുത്തെ ജനങ്ങൾ എത്രമാത്രം ശ്രദ്ധ പുലർത്തുന്നുവെന്ന് ഇത് തെളിയിക്കുന്നുണ്ട്. ഇടയ്ക്കിടെ കാണുന്ന പുരാതന ദേവാലയങ്ങളും മണിനാദവും കാറ്റിൽ കലരുന്ന കടലിൻ്റെ ഉപ്പുമണവും കല്ലുകൊണ്ട് നിർമ്മിച്ച കെട്ടിടങ്ങളിൽ പ്രതിഫലിക്കുന്ന സൂര്യപ്രകാശവും ഈ നഗരത്തിന് ഒരു പ്രത്യേക അന്തരീക്ഷം തന്നെ സൃഷ്ടിക്കുന്നു. ഇവിടെ കുറച്ചു സമയം ചെലവഴിച്ചാൽ പോലും ചരിത്രത്തിൽ പ്രകൃതിയും എങ്ങനെ മനോഹരമായി ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ഡുബ്രോവ്നിക്കിൻ്റെ മറ്റൊരു വലിയ ആകർഷണം ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ശക്തമായ നഗര മതിലാണ്. ഏകദേശം 2 കിലോമീറ്റർ നീളമുള്ള ഈ മതിൽ മധ്യകാലഘട്ടത്തിൽ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും നഗരത്തെ രക്ഷിക്കാൻ നിർമ്മിച്ചതാണ്. ഇന്നും ഇത് നഗരത്തിൻ്റെ അഭിമാന ചിഹ്നമായിട്ടാണ് നിലകൊള്ളുന്നത്. ഈ നഗരം പല യുദ്ധങ്ങളെയും പ്രകൃതി ദുരന്തങ്ങളെയും അതിജീവിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഓരോ തവണയും പഴയ പ്രൗഢിയോടെ വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ ഡുബ്രോവ്നിക്കിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് ഒരു വിനോദ കേന്ദ്രം മാത്രമല്ല, മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെയും പൈതൃക സംരക്ഷണത്തിൻ്റെയും ഒരു മികച്ച ഉദാഹരണം കൂടിയാണ്. ഞങ്ങൾ ഈ കാഴ്ചകൾ കാണാൻ തുടങ്ങിയിട്ട് സമയം കുറേയായി. പക്ഷേ യാതൊരു ക്ഷീണവും ഞങ്ങൾക്ക് ആർക്കും തന്നെ തോന്നുന്നില്ല. ഒടുവിൽ ഞങ്ങൾ ഡുബ്രോവ്നിക്കിൻ്റെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്നായ പഴയ തുറമുഖത്ത് എത്തിച്ചേർന്നു. ആദ്യ നോട്ടത്തിൽ തന്നെ മനസ്സിനെ കീഴടക്കുന്ന കാഴ്ചകളാണ് ഇവിടെ എന്നെ വരവേറ്റത്. ഒരു വശത്ത് നൂറ്റാണ്ടുകളുടെ ചരിത്രം പറഞ്ഞു നിൽക്കുന്ന കൂറ്റൻ മതിലുകൾ, മറുവശത്ത് സൂര്യപ്രകാശത്തിൻ്റെ വജ്രം പോലെ തിളങ്ങുന്ന അഡ്രിയാറ്റിക് കടൽ.
ഇത് രണ്ടും ചേർന്ന് സൃഷ്ടിക്കുന്ന സൗന്ദര്യം വാക്കുകളിൽ വിവരിക്കാൻ പ്രയാസമാണ്. ഒരു കാലത്ത് ഈ തുറമുഖം ദുബ്രോവ്നിക് റിപ്പബ്ലിക്കിൻ്റെ ജീവധമനിയായിരുന്നു. മെഡിറ്ററേനിയൻ കടലിലൂടെ സഞ്ചരിച്ചു വരുന്ന വ്യാപാര കപ്പലുകൾ ഇവിടെ എത്തുകയും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വ്യാപാരികൾ ഇവിടെ വ്യാപാരം നടത്തുകയും ചെയ്തിരുന്നു. കടൽ വ്യാപാരത്തിൻ്റെ ശക്തിയിലൂടെയാണ് ഈ ചെറിയ നഗരം യൂറോപ്പിലെ ഏറ്റവും സമ്പന്നമായ നഗരങ്ങളിൽ ഒന്നായി വളർന്നത്. ഇന്ന് ആ വ്യാപാര കപ്പലുകളുടെ സ്ഥാനത്ത് ചെറിയ വിനോദ ബോട്ടുകളും യാച്ചുകളും ടൂറിസ്റ്റ് ബോട്ടുകളും കാണാം. എന്നാൽ ഈ തുറമുഖത്തിൻ്റെ ആത്മാവിന് ഇന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഓരോ തിരമാലയും ഓരോ ഓളവും ഈ നഗരത്തിൻ്റെ നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള കഥകൾ പറയുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. കടലിൽ നിന്ന് വീശിയെത്തുന്ന തണുത്ത കാറ്റും നീലജലത്തിൻ്റെ മനോഹരമായ നിറവും ദൂരെയുള്ള മലനിരകളും ചുവന്ന മേൽക്കൂരകളുള്ള കൽവീടുകളും ചേർന്ന് ഒരു ചിത്രകാരൻ വരച്ച ക്യാൻവാസ് പോലെയാണ് ഈ കാഴ്ച ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സുബ്രോവ്നിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളിലായ സുബ്രോവ്നിക് കത്തീഡ്രലിൻ്റെ മുന്നിലാണ്. ആദ്യ കാഴ്ചയിൽ തന്നെ ഈ ദേവാലയത്തിൻ്റെ ഗാംഭീര്യവും ശില്പഭംഗിയും നമ്മെ വിസ്മയിപ്പിക്കും. ഉയർന്നു നിൽക്കുന്ന തൂണുകളും മനോഹരമായി കൊത്തിയെടുത്ത പ്രതിമകളും ആകാശം മുട്ട നിൽക്കുന്ന ഗംബദവും ഈ കെട്ടിടത്തിൻ്റെ പ്രൗഢി വിളിച്ചോതുന്നുണ്ട്. 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബറോക്കോ ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ഈ ദേവാലയം ക്രൊയേഷ്യയുടെ വിശ്വാസത്തിൻ്റെയും കലാപാരമ്പര്യത്തിൻ്റെയും മികച്ച പ്രതികരണങ്ങളിൽ ഒന്നാണ്. സുബ്രോവ്നിക്കിലെ പഴയ നഗരക്കാഴ്ചകൾ കണ്ടതിന് ശേഷം ഇനി ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം സുബ്രോവ്നിക് കേബിൾ കാർ യാത്രയാണ്. കടൽ നിരപ്പിൽ നിന്നും വളരെ ഉയർത്തി സ്ഥിതി ചെയ്യുന്ന സാർഡ് മലയുടെ മുകളിലാണ് ഈ കേബിൾ കാർ നമ്മളെ കൊണ്ടുപോകുന്നത്. അവിടെ നിന്നും സുബ്രോവ്നിക് നഗരവും അഡ്രിയാറ്റിക് കടലും ചുറ്റുമുള്ള ദ്വീപുകളും ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ കേബിൾ കാർ സ്റ്റേഷനിലെത്താൻ ആദ്യം ഞങ്ങൾക്ക് കുത്തനെയുള്ള ഒരു കയറ്റം കയറണം. കാഴ്ചയ്ക്ക് ചെറിയ ദൂരം മാത്രമാണ് തോന്നുന്നതെങ്കിലും നല്ല കയറ്റം അതിനാൽ കുറച്ച് നടക്കേണ്ടി വരും. ചൂടുള്ള കാലാവസ്ഥയും കൂടി അതിനാൽ എല്ലാവരും പതുക്കെ പതുക്കെ ചുവടുവെച്ചാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങിയത്. ഈ വഴിയിലൂടെ നടക്കുമ്പോൾ ഇടയ്ക്കിടെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാൻ തോന്നും. കാരണം ഓരോ മീറ്റർ ഉയരവും സുബ്രോവ്നിക് നഗരത്തിൻ്റെ ഭംഗി കൂടുതൽ മനോഹരമായി കണ്ണിൽ പതിയുന്നു. ചുവന്ന മേൽക്കൂരകളുള്ള പഴയ വീടുകളും കൂറ്റൻ മതിലുകളും നീല നിറത്തിൽ തിളങ്ങുന്ന അഡ്രിയാറ്റിക് കടലും ചേർന്ന് ഒരു പോസ്റ്റ് കാർഡ് ചിത്രത്തെ പോലെ കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. കേബിൾ സ്റ്റേഷൻ്റെ മുകളിലെത്തിയ ഞാൻ കേബിൾ യാത്ര പുറപ്പെടുന്നതിന് മുൻപായിട്ട് അതിന് ചുറ്റും ചിത്രീകരിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ കാഴ്ചകളെല്ലാം നാം ചിത്രീകരിച്ചു. തുടർന്ന് ഞങ്ങൾ കേബിൾ കാറിലേക്ക് പോകാനുള്ള ടിക്കറ്റും ഞങ്ങൾക്ക് ലഭിച്ചു. 1969-ലാണ് ഈ കേബിൾ കാർ സർവീസ് ആരംഭിച്ചത്. പിന്നീട് യുദ്ധകാലത്ത് ഇത് തകർന്നെങ്കിലും പുനർനിർമ്മിച്ച് വീണ്ടും പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഇന്ന് സുബ്രോവ്നിക് സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഈ കേബിൾ യാത്ര. ഒരു കേബിൾ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുന്ന രംഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി ഇതേ കേബിൾ തന്നെ വേണം ഞങ്ങൾക്ക് മുകളിലേക്ക് പോകാനും. കേബിൾ കാർ ഏകദേശം 4 മിനിറ്റിനുള്ളിൽ സർഡ് മലയുടെ മുകളിലെത്തും. ആ ചെറിയ യാത്രയിൽ തന്നെ നഗരത്തിൻ്റെ രൂപം ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കും. താഴെ കാണുന്ന പഴയ നഗരം പതുക്കെ ചെറുതാവുകയും മുന്നിൽ വിശാലമായ അഡ്രിയാറ്റിക് കടൽ തുറന്നു വരികയും ചെയ്യും. ഞങ്ങളുടെ കേബിൾ കാർ യാത്ര ആരംഭിച്ചു. ഇപ്പോൾ ആ ചെറിയ നേരത്തെ സൂചിപ്പിച്ച ആ വീടുകളുടെ മുകളിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ഞാൻ വലിയ പ്രതീക്ഷയോടെയാണ് ആ അനുഭവത്തിനായി കാത്തിരുന്നത്. ചിത്രങ്ങളിലും വീഡിയോകളിലും മാത്രം കണ്ടിട്ടുള്ള ആ മനോഹരമായ കാഴ്ച ഇപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൾ കൊണ്ടാണ് കാണുന്നത്. കണ്ടിട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല. നോക്കൂ, അഡ്രിയാറ്റിക് കടലിൻ്റെ മനോഹാരിത. ഇപ്പോൾ ഞങ്ങളുടെ കേബിൾ കാർ പതുക്കെ സർഡ് മലയുടെ മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും താഴെയുള്ള കാഴ്ചകൾ കൂടുതൽ വിശാലവും മനോഹരമായി മാറുകയാണ്. ഇടതുവശത്തേക്ക് നോക്കിയാൽ കണത്തത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന അഡ്രിയാറ്റിക് കടലിൻ്റെ അതിമനോഹരമായ നീലിമ. സൂര്യപ്രകാശം കടലിൽ പതിക്കുമ്പോൾ ആയിരക്കണക്കിന് വജ്രങ്ങൾ ചിതറിക്കിടക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. താഴേക്ക് നോക്കുമ്പോൾ സുബ്രോവ്നിക്കിൻ്റെ ചരിത്രപ്രസിദ്ധമായ നഗര മതിലുകളും ചുവന്ന മേൽക്കൂരയുള്ള കെട്ടിടങ്ങളും ഒരു മനോഹര ചിത്രമായി എൻ്റെ മുന്നിൽ വിരിയുന്നു. കടലിൽ അങ്കൂരമിട്ടിരിക്കുന്ന ചെറു മത്സ്യബന്ധന ബോട്ടുകളും സ്പീഡ് ബോട്ടുകൾ, ആഡംബര കാച്ചുകൾ എല്ലാം ചെറിയ കളിപ്പാട്ടങ്ങളെ പോലെയാണ് കാണുന്നത്. അവയ്ക്കിടയിൽ വളരെ ശ്രദ്ധയാകർഷിച്ചത് കടലിൻ്റെ നടുവിൽ നങ്കൂരമിട്ടിരിക്കുന്ന ഒരു വലിയ ലക്ഷറി ക്രൂസ് കപ്പലിനെയാണ്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഉള്ളത് നൂറുകണക്കിന് സഞ്ചാരികളുമായി എത്തിയ ആ കപ്പൽ ആ മനോഹര നഗരത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ശാന്തമായി കിടക്കുകയാണ്. ഒടുവിൽ ഞങ്ങൾ സാർഡ് മലയുടെ മുകളിലെത്തി. കേബിൾ കാറിൽ നിന്ന് പതുക്കെ പുറത്തിറങ്ങിയപ്പോൾ ആദ്യമായി അനുഭവപ്പെട്ടത് തണുത്ത കാറ്റിൻ്റെ മനോഹരമായ സ്പർശനമായിരുന്നു.
ഈ മലമുകളിലെ മനോഹര കാഴ്ചകളും ഇവിടുത്തെ ചരിത്ര പ്രസിദ്ധമായ ഇംപീരിയൽ ഫോർട്ടും വിസ്മയിക്കുന്ന 360 ഡിഗ്രി കാഴ്ചകളും സൂര്യപ്രകാശത്തിൽ തിളങ്ങി നിൽക്കുന്ന സുബ്രോവിക്കിൻ്റെ മറ്റ് അത്ഭുതങ്ങളും അടുത്ത എപ്പിസോഡിൽ വിവരിക്കാം. എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.